ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി വെച്ചാലോ? എന്ത് ബിരിയാണി? എന്ത്? ചിക്കൻ ബിരിയാണി. ഹലോ, അപ്പോൾ പറഞ്ഞ പോലെ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ചുവന്നുള്ളി, സവോള, പച്ചമുളക് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി വെളുത്തുള്ളി അത് ഇത് കണക്ക് ചതച്ച് പേസ്റ്റ് ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഇനി നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നെയ്യിടും കേട്ടോ. നെയ്യിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ, അതിട്ടിട്ട് നമ്മുടെ കൂട്ടെല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതാണ് മുഖ്യം വെക്കില്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ പറയാൻ മറന്നുപോയി. ചിക്കൻ ഇത് കണക്ക് ഫ്രൈ ചെയ്തെടുക്കും. ഞാനൊരു മീഡിയം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ട് ഇളക്കി മാറ്റി വയ്ക്കും. ഇനി നമ്മുടെ ചോറാണ്. ചോറ് റെഡിയാക്കാൻ ഇതുപോലെയൊക്കെ ചെയ്ത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ സെറ്റാക്കിയത് ചോറ് റെഡി. ഇനിയാണ് ദമ്മിടൽ ചടങ്ങ്. ദമ്മ് ഇടാനൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ആദ്യം ചിക്കൻ ഇടുന്നു, ചോറിടുന്നു, ചിക്കൻ ഇടുന്നു, ചോറിടുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗരം മസാല പൊടിയൊക്കെ ഞാൻ ഇടയ്ക്കിടുന്നുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ അകത്ത് ഉണ്ടോയെന്നറിയില്ല, കാണുന്നില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് പൊടി ഞാൻ ഇടുന്നുണ്ട്, കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു അലങ്കാരത്തിനായി അലങ്കോലപ്പണികളൊക്കെ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും പിന്നെ നെയ്യിൽ വറുത്ത കുറച്ച് സവോളയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ലൊരു അടിപൊളി മണമുണ്ട്. പിന്നെ ഞാൻ പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. എല്ലാവരും ഇടുന്നത് തന്നെ കുറച്ച് പൈനാപ്പിൾ. അത് ലാസ്റ്റ് ഞാനിങ്ങനെ പൈനാപ്പിൾ അതിലേക്ക് ഇങ്ങനെ മുകളിലിങ്ങനെ ചുമ്മാ കുറച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തതാണ്. അവസാനം നമ്മൾ ബിരിയാണി ഇനി നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഈ ബിരിയാണിനെ കുറിച്ച് പറയണ. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി സക്സസ് ആയി. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. അടിപൊളിയാണ്.